ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മളുടെ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 2-ലാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്നാണ് നമ്മളുടെ മൊഡ്യൂളിൻ്റെ പേര്. കുറച്ച് ലെങ്തി മൊഡ്യൂളാണ്. കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്. നമുക്ക് ഒരുപാട് പാർട്സ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ മൊഡ്യൂൾ നമ്പർ 2-ൻ്റെ പാർട്ട് 1 സെഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള 2 കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ആസിഡ് ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് പോകാൻ ഫസ്റ്റത്തെ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ആസിഡ് ബേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ച ഒരു ലിറ്റ്മസ് പേപ്പർ കളർ കൺവേർഷനാണ്. ആസിഡിന് ഒരു ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റാൻ സാധിക്കും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബേസിൽ നമ്മളൊരു റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്താൽ അത് ബ്ലൂ ലിറ്റ്മസായി മാറും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് ആണ്. ആസിഡിന് ഒരു പുളി രുചിയാണ്, ഒരു സോർ ടേസ്റ്റാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബേസിന് ഒരു ബിറ്റർ ടേസ്റ്റാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടിനെയും കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചത് ബോത്ത് ഓഫ് ദം ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, രണ്ടിനും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് എക്സാമ്പിളും ഞാനതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. HCl, H2SO4, HNO3 ഇതൊക്കെ നമ്മൾ മോളിക്കുലർ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടേബിളിലുണ്ട്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4 സൾഫ്യൂരിക് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്, അതുപോലെ ബേസസ് NaOH, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, NH4OH ഇതൊക്കെ ബേസസിനും എക്സാമ്പിളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു പോയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് പുതിയൊരു കോമ്പൗണ്ട് കിട്ടുകയാണ് സോൾട്ട് എന്നാണ് ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത്. ആ സോൾട്ടിന് ആസിഡ് ക്യാരക്ടറും ഉണ്ടാവില്ല, ബേസിക് ക്യാരക്ടറും ഉണ്ടാവില്ല. ആസിഡും ബേസും പരസ്പരം ന്യൂട്രലൈസ് ചെയ്ത് കിട്ടുന്ന പുതിയ കോമ്പൗണ്ടാണ് നമ്മൾ ജനറലി സോൾട്ട് എന്ന് പറയുന്നത്. ഈ റിയാക്ഷനിൽ വാട്ടർ എല്ലായ്പ്പോഴും ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ന്യൂട്രലൈസേഷൻ എന്താ, ആസിഡ് എന്താ, ബേസ് എന്താന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. നമുക്ക് നേരെ നമ്മളുടെ സിലബസിലേക്ക് കടക്കാം. സിലബസിൽ നമുക്ക് ഏറ്റവും ആദ്യം നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് ആണ്. ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു HCl ആസിഡാണ്, NaOH ബേസ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് നമുക്കിങ്ങനെ തരംതിരിക്കാൻ സാധിക്കുന്നത്? ഇന്ന സബ്സ്റ്റൻസ് ആസിഡ് എന്നും ഇന്ന സബ്സ്റ്റൻസ് ബേസ് എന്നും നമ്മൾ എങ്ങനെയാണ് തരം തിരിച്ച് വെക്കുന്നത്? അതിനുവേണ്ടി ഒരുപാട് സയൻറ്റിസ്റ്റ് ഒരുപാട് കാലങ്ങളായിട്ട് റിസർച്ച് വർക്ക്സ് ഒക്കെ ചെയ്ത് പല കൺക്ലൂഷൻസിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഒരുപാട് സമയങ്ങളെടുത്ത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയ പല കൺസെപ്റ്റിലേക്ക് മാറിയും വന്നിരുന്നു. കാരണം ഒരു കോൺസെപ്റ്റ് വെച്ച് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവാതെ വരുമ്പോൾ അത് ഡിസ്കാർഡ് ചെയ്ത് പുതിയ കോൺസെപ്റ്റിലേക്ക് മാറും. അങ്ങനെ ഒരുപാട് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട 2-3 കൺസെപ്റ്റ്സ്, 3 കോൺസെപ്റ്റാണ് പ്രധാനമായും നമുക്ക് നമ്മുടെ സിലബസിൽ ഡീൽ ചെയ്യാനുള്ളത്. 1 ഒറീനിയസ് കോൺസെപ്റ്റാണ്, 2 ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്, 3 ലൂയിസ് കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റ്സാണ് നമുക്ക് ആസിഡ് ബേസ് ഡെഫിനിഷനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം നമുക്ക് അറീനിയസ് കോൺസെപ്റ്റ് നോക്കാം. അറീനിയസ് കോൺസെപ്റ്റ് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കുറച്ചധികം പഴക്കമുള്ള ഒരു കോൺസെപ്റ്റാണ്. വളരെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓൾറെഡി ഡിസോസിയേഷനൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, H+ തരാൻ സാധിക്കുന്നതിനെ നമ്മൾ ആസിഡ് എന്നും OH- തരാൻ സാധിക്കുന്നതിനെ നമ്മൾ ബേസ് എന്നും വിളിക്കാറുണ്ട് ജനറലി എന്ന് ഡിസോസിയേഷൻ്റെ ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ കോൺസെപ്റ്റാണ് അറീനിയസ് കോൺസെപ്റ്റ്. ഏത് സബ്സ്റ്റൻസിനാണോ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത് H+നെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ നമ്മൾ അറീനിയസ് ആസിഡ് എന്ന് വിളിക്കും. അതുപോലെ ഏത് സബ്സ്റ്റൻസിനാണോ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു OH- അയോണിനെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ നമ്മൾ ബേസ് എന്നും വിളിക്കും. അപ്പോൾ ആസിഡിന് H+നെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും, ബേസിന് OH- ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. HClഉം H2SO4 ഒക്കെ അറീനിയസ് ആസിഡാണ് എന്ന് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരൊക്കെ അറീനിയസ് ആസിഡ് ആവുന്നത്? നമുക്ക് നോക്കാം. HClൻ്റെ ഡീകമ്പോസിഷനും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. HClൻ്റെ ഡിസോസിയേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. HCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? HCl H+ഉം Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ?
ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? H+ കിട്ടുന്നുണ്ട്. സോ H+ തരുന്ന എല്ലാത്തിനെയും നമുക്ക് അറീനിയസ് ആസിഡ് എന്ന് വിളിക്കാം. HCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ കിട്ടുന്നുണ്ടെങ്കിൽ HCl ഒരു അറീനിയസ് ആസിഡാണ്. അതുപോലെ H2SO4 ഡിസോസിയേഷൻ നിങ്ങൾ പഠിച്ചതാണ്. H2SO4 ഡിസോസിയേറ്റ് ചെയ്യുന്നത് 2H+ഉം SO4 2- ആയിട്ടാണ്. 2 H+ അയോൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ H2SO4ഉം എന്ത് തന്നെയാണ്? ഒരു അറീനിയസ് ആസിഡ് തന്നെയാണ്. നെക്സ്റ്റ് ബേസ് എന്താണെന്ന് നോക്കാം. ബേസിൽ നമ്മൾ പറഞ്ഞു ആർക്കാണോ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു OH- അയോണിനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. എക്സാമ്പിളായിട്ട് ഞാനിവിടെ NaOHും KOHും തന്നിട്ടുണ്ട്. NaOH ഡിസോസിയേഷനും നമ്മൾ പഠിച്ചതാണ്. NaOH ഡിസോസിയേറ്റ് ചെയ്യുന്നത് Na+ഉം OH- ആയിട്ടാണ്. ദാറ്റ് മീൻസ് NaOH ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു OH- കിട്ടുന്നുണ്ട്. ഒരു OH- തരാൻ NaOHന് സാധിക്കുന്നുണ്ട്. സോ NaOH is an അറീനിയസ് ബേസ്. OH- തരുന്നത് കൊണ്ട് NaOHനെ നമുക്ക് എന്ത് വിളിക്കാം? അറീനിയസ് ബേസ് എന്ന് വിളിക്കാം. KOHും ഡിസോസിയേഷൻ സെയിം ആണ്. KOH K++ OH- ആണ്. OH- തരുന്നുണ്ട്. OH- തരുന്ന എല്ലാത്തിനെയും അറീനിയസ് ബേസ് എന്ന് വിളിക്കാം. സോ KOHും അറീനിയസ് ബേസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം. അറീനിയസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ ഡോണർ, അറീനിയസ് ബേസ് എന്ന് പറഞ്ഞാൽ OH- ഡോണർ. ഇനി ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ ആസിഡ് എന്താ ബേസ് എന്താ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആ കൺസെപ്റ്റ് പ്രകാരം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ അതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ന്യൂട്രലൈസേഷൻ നമുക്കറിയാം, ഇറ്റ്സ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അറീനിയസ് ന്യൂട്രലൈസേഷൻ? ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ. നമുക്കറിയാം അറീനിയസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും H+ ഉണ്ടാവും എന്ന് നമുക്കറിയാം. അറീനിയസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിനകത്തുനിന്ന് OH- കിട്ടും എന്ന് നമുക്കറിയാം. സോ അറീനിയസ് ആസിഡും അറീനിയസ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും അറീനിയസ് ആസിഡിൽ നിന്ന് H+ഉം വരും, അറീനിയസ് ബേസിൽ നിന്ന് OH- വരും. സോ ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആസിഡിൽ നിന്ന് വരുന്ന H+ഉം ബേസിൽ നിന്ന് വരുന്ന OH- ആണ്. H+ഉം OH- തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു മോളിക്യൂൾ വാട്ടറാണ്. H++ OH- is equal to H2O. ഓക്കെ, അപ്പോൾ ആസിഡും ബേസും റിയാക്ട് ചെയ്യുക എന്ന അറീനിയസ് കൺസെപ്റ്റിൽ പറഞ്ഞാൽ ആക്ച്വലി ദ റിയാക്ഷൻ ഇസ് ബിറ്റ്വീൻ H+ ആൻഡ് OH-. ഇതിനെയാണ് നമ്മൾ അറീനിയസ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അറീനിയസ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ H+ ഫ്രം ആസിഡ് ആൻഡ് OH- ഫ്രം ബേസ് ടു ഫോം വാട്ടർ. ഓക്കെ, നമുക്ക് മൂന്നും ഒറ്റ പോയിന്റിൽ നമുക്ക് ഇങ്ങനെ പറയാം. അറീനിയസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ ഡോണറാണ്, അറീനിയസ് ബേസ് എന്ന് പറഞ്ഞാൽ OH- ഡോണറാണ്, അറീനിയസ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ H++ OH- gives H2O. ഓക്കെ, അറീനിയസ് കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളെ അറീനിയസ് കൺസെപ്റ്റിലുള്ളൂ. നെക്സ്റ്റ് കോൺസെപ്റ്റ് ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റാണ്. ഇപ്പോൾ അറീനിയസിൽ നമ്മൾ പറഞ്ഞു ഏതൊരു കോമ്പൗണ്ടും H+ തരുവാണെങ്കിൽ അതിന് ആസിഡ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ OH- തരുവാണെങ്കിൽ അതിനെ ബേസ് എന്നും വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ H+ തരാത്ത ആസിഡ് ക്യാരക്ടർ കാണിക്കുന്ന ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അതുപോലെ OH- തരാതെ ബേസിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരുപാട് കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അറീനിയസ് കൺസെപ്റ്റിൻ്റെ അകത്ത് വരാതെ വരും. അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം അങ്ങനെ വേറൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. H+ അല്ലെങ്കിൽ OH- തന്നാലേ ആസിഡ് അല്ലെങ്കിൽ ബേസ് എന്ന് വിളിക്കാൻ പറ്റും. സോ വീണ്ടും വർക്ക്സൊക്കെ പുരോഗമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് കൺസെപ്റ്റ് വന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം വന്ന ഒരു കോൺസെപ്റ്റാണ് ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. ഇപ്പോൾ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏത് സബ്സ്റ്റൻസിനാണോ ഒരു H+നെ, H+ എന്ന് വെച്ചാൽ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും. അതുപോലെ ഏത് സബ്സ്റ്റൻസിനാണോ ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ ബേസ് എന്നും വിളിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ആസിഡിന് എല്ലായ്പ്പോഴും പ്രോട്ടോണിനെ അല്ലെങ്കിൽ H+നെ ഡൊണേറ്റ് ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ ബേസിന് H+നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവുക. ഓർ സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ ആസിഡ് ഒരു പ്രോട്ടോൺ ഡോണറാണ്, ബേസ് ഒരു പ്രോട്ടോൺ ആക്സെപ്റ്ററാണ്. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് അറീനിയസ് കൺസെപ്റ്റ് പറഞ്ഞ പോലെ കോമ്പൗണ്ട് കണ്ട് പറയാൻ സാധിക്കില്ല. നമുക്കൊരു റിയാക്ഷൻ ചെക്ക് ചെയ്യണം. ഒരു ആസിഡും ഒരു ബേസും തമ്മിലുള്ള ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ചെക്ക് ചെയ്യുക. ആ റിയാക്ഷനിൽ ആരാണ് പ്രോട്ടോണിനെ കൊടുക്കുന്നത് അയാൾ ആസിഡ്, ആരാണ് പ്രോട്ടോണിനെ വാങ്ങിക്കുന്നത് അയാൾ ബേസ്. അങ്ങനെ വെച്ചാണ് നമ്മളൊരു റിയാക്ഷൻ വെച്ചാണ് നമ്മളിതിനകത്ത് ആസിഡ് ആരാ ബേസ് ആരാ എന്ന് പറയാൻ പോകുന്നത്.
നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. വി ക്യാൻ കൺസിഡർ സം എക്സാമ്പിൾ. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് എഴുതിയത് റിയാക്ഷൻ നോക്കൂ. HCl plus H2O gives H3O plus Cl minus. HClഉം H2Oയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? H3O പ്ലസും കിട്ടുന്നുണ്ട്, അതുപോലെ Cl മൈനസും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആരോ മാർക്ക് HCl plus H2O എന്ന് പറയുന്നതിനിടയിൽ ഞാൻ ഇട്ടിരിക്കുന്ന റിയാക്ഷൻ ഇൻ ബിറ്റ്വീൻ ഇട്ടിരിക്കുന്ന ആരോ മാർക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇറ്റ്സ് എ ഡബിൾ ഹെഡഡ് ആരോ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉണ്ട്. അതിനർത്ഥം ഈ റിയാക്ഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നടക്കും. കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നടക്കും. രണ്ട് സൈഡിലേക്കും നടക്കുന്ന റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ റിയാക്ഷനിലേക്ക് വരാം. HCl plus H2O gives H3O plus Cl minus. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ മാത്രം നോക്കി. ഈ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് റിയാക്റ്റൻറ്റ്, റൈറ്റ് സൈഡിലുള്ള രണ്ട് പ്രോഡക്റ്റ്. എന്താ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും? റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലാണോ റിയാക്ട് ചെയ്യുന്നത് ഒരു റിയാക്ഷനിൽ, അവരെയാണ് നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയാം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ റിയാക്ഷൻ കഴിഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ റിയാക്റ്റൻ്റ് HClഉം H2Oയും റിയാക്റ്റൻ്റാണ്. പ്രോഡക്റ്റ് H3O പ്ലസും Cl മൈനസും ആണ്. അപ്പോൾ നമ്മൾ റിയാക്റ്റൻ്റ് സൈഡ് നോക്കുക, പ്രോഡക്റ്റ് സൈഡ് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്ന റിയാക്റ്റൻറ്റിന് അപ്പുറത്തെ സൈഡിലേക്ക് മാറിപ്പോയപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് ഇവർ എന്ത് റിയാക്ഷനാണ് ഇതിനുള്ളിൽ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, HCl, ആദ്യത്തെ റിയാക്റ്റൻ്റായ HCl നോക്കുക. അപ്പുറത്തെ സൈഡിലേക്ക് ചെന്നപ്പോൾ, റൈറ്റ് സൈഡിലേക്ക് ചെന്നപ്പോൾ ഈ HCl എന്ത് മാത്രമായിട്ട് മാറിയിരിക്കുന്നുണ്ട്? Cl മൈനസ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. HCl ആയിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ, അത് അപ്പുറത്തേക്ക് പോയപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? Cl മൈനസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ HClൻ്റെ കയ്യിൽ നിന്ന് ഒരു H+ മാറിപ്പോയിട്ടുണ്ട്. ശരിയല്ലേ? നമുക്കറിയാം HCl ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? H+ഉം Cl മൈനസും കിട്ടും. ആ Cl മൈനസ് അവിടെ പ്രോഡക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ദാറ്റ് മീൻസ് HClന് ഒരു H+നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? വേറൊരു രീതിയിൽ പറഞ്ഞാൽ HCl ഒരു H+നെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൊണേറ്റ് ചെയ്താൽ അതിനെ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്താ വിളിക്കുക? ആസിഡ് എന്നാണ് വിളിക്കുക. സോ HCl ഇവിടെ ആസിഡാണ്. ഇനി രണ്ടാമത്തെ റിയാക്റ്റൻ്റ് നോക്കൂ, H2O ആണ് അല്ലേ? അത് റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ H3O+ ആയി മാറിയിട്ടുണ്ട്. H2O ആയിരുന്നു, അപ്പുറത്ത് ചെന്നപ്പോഴേക്കത് H3O+ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ H2Oൻ്റെ കൂടെ ഒരു H+ ആഡായി H3O+ ആയിട്ട് മാറിയിട്ടുണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ H2O ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്ത് ആണ് H3O+ ആയിട്ട് മാറിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് H2O ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെ നമ്മൾ പറയുന്ന പേരാണ് ലോറി ബ്രോൺസ്റ്റഡ് ബേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ HCl H+നെ ഡൊണേറ്റ് ചെയ്തു, H2O ആ H+നെ ആക്സെപ്റ്റ് ചെയ്തു. സോ HCl ആസിഡാണ്, H2O ബേസ് ആണ്. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി? റൈറ്റ് സൈഡിൽ എന്തൊക്കെ സംഭവിച്ചു? HClൻ്റെ കയ്യിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ Cl മൈനസ് മാത്രമായിട്ട് മാറി. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ H2Oൻ്റെ കൂടെ ഒരു H+ ചേർന്നപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വന്ന് അത് H3O+ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ HCl എന്താ? ആസിഡാണ്, H2O ബേസ് ആണ്. ആ കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞു ഡബിൾ ഹെഡഡ് ആരോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിനി റൈറ്റ് സൈഡിലേക്ക് മാറി. റൈറ്റ് സൈഡിൽ എനിക്ക് ആരൊക്കെയാണുള്ളത്? H3O+ ഉണ്ട്, Cl മൈനസ് ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കൂ. രണ്ടുപേരും ചാർജുള്ള ആൾക്കാരാണ്. ഒന്ന് H3O+ ഉണ്ട്, ഒന്ന് Cl മൈനസും ഉണ്ട്. ഈ ചാർജുള്ള സ്പീഷീസിൻ്റെ പ്രത്യേകത അവർ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. കാരണം അവർക്ക് ഈ ചാർജ് ഉള്ളത് കാരണം അവർക്ക് സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ചാർജ് ഒഴിവായാലേ അവർ സ്റ്റേബിളായി മാറും. സോ ഈ ചാർജുള്ള സ്പീഷീസ് എല്ലാം ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. എത്ര വരെ റിയാക്ട് ചെയ്യും അവർ? എപ്പോഴാണോ അവരുടെ കയ്യിലുള്ള ആ എക്സ്ട്രാ ചാർജ് നഷ്ടപ്പെടുന്നത് അതുവരെ അവർ റിയാക്ഷന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആദ്യം H3O+ എടുക്കാം. H3O+ മുമ്പ് H2O ആയിരുന്നു. നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് H3O+ ആരായിരുന്നു? H2O ആയിരുന്നു. എങ്ങനെയാണ് H2O H3O+ ആയി മാറിയത്? ആ H2Oയിലേക്ക് ഒരു H+ വന്നപ്പോഴാണ് ഇയാൾ H3O+ ആയിട്ട് മാറിയിരിക്കുന്നത് അല്ലേ?
അപ്പോൾ ഇയാൾക്ക് സ്റ്റേബിൾ ആവാനുള്ള വഴി എന്താ? അയാളുടെ കയ്യിലേക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ആ H+നെ ഒഴിവാക്കി കളഞ്ഞാൽ അയാൾക്ക് വീണ്ടും പഴയ H2O എന്ന് പറയുന്ന സ്റ്റേബിൾ ഫോമിലേക്ക് മാറാം. സോ H3O+ൻ്റെ ടെൻഡൻസി എല്ലായ്പ്പോഴും ആ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന H+നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും H3O+ൻ്റെ ടെൻഡൻസി. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ H3O+ എല്ലാ റിയാക്ഷൻസിലും ഇൻവോൾവ് ചെയ്യുന്നത് എന്തുദ്ദേശം വെച്ചാണ്? ഈ H+നെ ഒഴിവാക്കുക അല്ലെങ്കിൽ H+നെ ഡൊണേറ്റ് ചെയ്യാം. H+നെ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ H3O+ എന്താണ്? H3O+ ഒരു ലോറി ബ്രോൺസ്റ്റഡ് ആസിഡാണ്. ഓക്കെ, അതുപോലെ Cl- ശ്രദ്ധിക്കൂ. Cl- മുമ്പ് HCl എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോമ്പൗണ്ടിൻ്റെ ഭാഗമായിരുന്നു. എങ്ങനെയാണ് ഇത് അൺസ്റ്റേബിളായ Cl- ആയിട്ട് മാറിയത്? ആ HClൽ നിന്ന് H+ പോയപ്പോഴാണ് ഇത് Cl- അൺസ്റ്റേബിളായിട്ട് മാറിയത്. സോ Cl- സ്റ്റേബിൾ ആവാനുള്ള വഴി എന്താണ്? എത്രയും പെട്ടെന്ന് ഏതെങ്കിലും റിയാക്ഷനിൽ നിന്ന് ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്ത് HCl ആയിട്ട് മാറിയാൽ അയാൾക്ക് സ്റ്റേബിളായി മാറാം. സോ Cl- ടെൻഡൻസി എല്ലായ്പ്പോഴും എത്രയും പെട്ടെന്ന് ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അയാൾ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. H+നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോറി ബ്രോൺസ്റ്റഡ് ബേസ്. സോ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് 2 ആസിഡും 2 ബേസും കിട്ടി. ആദ്യം ഞാൻ പറഞ്ഞു HCl H+നെ ഡൊണേറ്റ് ചെയ്തു, അത് ആസിഡ്. H2O H+നെ ആക്സെപ്റ്റ് ചെയ്തു, അത് ബേസ്. H3O+ൻ്റെ ടെൻഡൻസി ഒരു H+നെ ഡൊണേറ്റ് ചെയ്യലാണ്, സോ അത് ആസിഡ്. Cl- ടെൻഡൻസി എവിടുന്നെങ്കിലും ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, സോ അത് ബേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ റിയാക്ഷനിൽ HCl പ്രോട്ടോൺ H2Oന് കൊടുക്കും, അങ്ങനെ HCl ആസിഡും H2O ബേസും ആവും. അതുപോലെ റിവേഴ്സ് റിയാക്ഷനിൽ Cl- ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും H3O+ എന്ന്, അങ്ങനെ Cl- ബേസും ആവും, H3O+ ആസിഡും ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും കൂടെ പറയാനുണ്ട്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ മോളത്തെ റിയാക്ഷൻ ശ്രദ്ധിക്കുക. HCl ഉണ്ട് മുകളിൽ. ഓക്കെ, റിയാക്റ്റൻ സൈഡിൽ HCl, റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ ഒരു Cl- ഉണ്ട്. ഇവരെ രണ്ടുപേരും ശ്രദ്ധിക്കുക, HClഉം Cl-ഉം. HCl ഒരു ആസിഡാണ്. Cl- ഒരു ബേസാണ്. HCl ഒരു ആസിഡും Cl- ഒരു ബേസുമാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവരുടെ ഇവരുടെ ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരൊറ്റ H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? HClൽ നിന്ന് ഒരു H+ പോയാൽ നമുക്ക് Cl- കിട്ടും, അല്ലെങ്കിൽ നേരെ തിരിച്ച് Cl- ഒരു H+ ചേർന്നാൽ നമുക്ക് HCl കിട്ടും. ദാറ്റ് മീൻസ് HClഉം Cl- ഒരു ആസിഡും ഒരു ബേസുമാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ആസിഡ് ബേസ് പെയറിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, ഒരു ആസിഡും ഒരു ബേസും അവർ തമ്മിൽ എന്തിൻ്റെ വ്യത്യാസമേ പാടുള്ളൂ? ഒരു H+ അയോണിൻ്റെ വ്യത്യാസമേ പാടുള്ളൂ. അങ്ങനെയുള്ള ആസിഡ് ബേസ് പെയറിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതുപോലെ H2Oയും H3O+ഉം നോക്കുക. H2O ബേസ് ആണ് ഇവിടെ. ഞാൻ പറഞ്ഞു H+നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ടെൻഡൻസി കാണിച്ചിരിക്കുന്നത്. H3O+ ഒരു ആസിഡാണ് അവിടെ. H+നെ ഡൊണേറ്റ് ചെയ്യാനാണ് ടെൻഡൻസി. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? H2Oയും H3O+ഉം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമാണ്. ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമുള്ള ഒരു ആസിഡും ഒരു ബേസുമാണ് ഒരു H3O+ഉം H2Oയും. സോ അവരെയും നമുക്ക് എന്ത് വിളിക്കാം? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കാം. നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ ആൻ H+ അയോൺ. ഒരു H+ അയോണിൻ്റെ ഡിഫറൻസ് മാത്രമുള്ള ആസിഡിൻ്റെയും ബേസിൻ്റെയും പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് താഴെ എടുത്ത് എഴുതിയിട്ടുണ്ട്. HClഉം Cl-ഉം അതുപോലെ H2Oയും H3O+ഉം. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കൺസിഡർ ചെയ്ത് പോവാം. NH3+ H2O gives NH4++ OH-. വീണ്ടും നേരത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിയാക്ഷൻ നോക്കി പ്രോഡക്റ്റ് സൈഡിലേക്ക് നോക്കി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കി ആസിഡ് ആരാ ബേസ് ആരാ എന്ന് പറയും. NH3+ H2O gives NH4++ OH-. ലെഫ്റ്റിൽ NH3 ഉണ്ട്, അത് റൈറ്റിക്ക് പോയപ്പോൾ NH4+ ആയി.
സ്വാഭാവികമായിട്ടും NH3ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? NH3 ഒരു H+നെ വാങ്ങിയിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അയാൾ അവിടെ ബേസ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ റിയാക്റ്റൻറ്റ് H2O ആണ്. അത് അപ്പുറത്തേക്ക് ചെന്നപ്പോൾ വെറും OH- ആയിട്ടുണ്ട്. H2O ഉണ്ടായിരുന്നു, അത് OH- ആയിട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് H2Oൻ്റെ കയ്യിൽ നിന്ന് ഒരു H+ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ H2O ഒരു H+നെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. സോ H2O is an asset. ഓക്കെ. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. NH4+ഉം OH- രണ്ടും ചാർജ്ഡ് സ്പീഷീസാണ്, രണ്ടും ഹൈലി അൺസ്റ്റേബിൾ ആണ്, രണ്ടും എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക തങ്ങളുടെ കയ്യിലെ ചാർജ് ഒഴിവാക്കാനാണ്. NH4+ൻ്റെ ചാർജ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി തൻ്റെ കയ്യിലുള്ള അധികമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന H+നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ NH4+ൻ്റെ ടെൻഡൻസി എപ്പോഴും അതുതന്നെയായിരിക്കും, എങ്ങനെയെങ്കിലും H+നെ ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും H+നെ ഡൊണേറ്റ് ചെയ്യുക. ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി കാണിച്ചാൽ NH4+നെ നമ്മൾ എന്ത് വിളിക്കാം? ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ. അതുപോലെ OH- മൈനസ് ആണ്, സ്റ്റേബിൾ ആവാനുള്ള വഴി ഒരു H+ കിട്ടിയാൽ തിരിച്ച് H2O തന്നെ ആയി മാറാം. സോ OH- എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. OH- H+നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പ്രകാരം OH- ഒരു ബേസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ റിയാക്ഷനിൽ ഞാൻ ഒന്നുകൂടി ജനറലൈസ് ചെയ്ത് പറയാം. H2O ഒരു പ്രോട്ടോണിനെ NH3ക്ക് കൊടുക്കും. സോ H2O ആസിഡാണ്, NH3 ബേസ് ആണ്. അതുപോലെ റിവേഴ്സ് റിയാക്ഷനിൽ, ബാക്ക്വേർഡ് റിയാക്ഷനിൽ OH- NH4+ന്ന് ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും. സോ OH- ബേസ് ആണ്, NH4+ ആസിഡാണ്. ഇനി ഇവിടുത്തെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ കണ്ടുപിടിക്കണം നമുക്ക്. എന്താ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഒരു ആസിഡിൻ്റെയും ഒരു ബേസിൻ്റെയും പെയറാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തേ പാടുള്ളൂ? ഒരു H+ അയോണേ പാടുള്ളൂ. NH3 എന്ന് പറയുന്നത് ഒരു ബേസാണ്, അപ്പുറത്ത് NH4+ ഉണ്ട്, അത് ആസിഡാണ്. അവർ തമ്മിൽ എന്തിൻ്റെ ഡിഫറൻസ് ചെയ്യുള്ളൂ? ഒരു H+ൻ്റെ ഡിഫറൻസ് ചെയ്യുള്ളൂ. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ H2O ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ OH- ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ H2O ആസിഡാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലെ OH- ബേസ് ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഒരു H+ അയോണിൻ്റെ ഡിഫറൻസ് മാത്രമാണ്. അങ്ങനെയുള്ള ആസിഡ് ബേസ് പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ. 2 എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 എക്സാമ്പിൾ കണ്ടു അല്ലേ? ആ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം. ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു വാട്ടർ ഇസ് എ ബേസ്, വാട്ടർ വാസ് ആക്ടിങ് ആസ് എ ബേസ്. രണ്ടാമത്തേതിൽ വാട്ടർ ഒരു ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിയാക്ഷനിലും വാട്ടർ തൻ്റെ ക്യാരക്ടർ മാറ്റുന്നുണ്ട്. ആദ്യത്തേതിൽ ബേസിക് ക്യാരക്ടറാണ് കാണിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തേതിൽ വാട്ടർ എന്ത് ക്യാരക്ടറാണ് കാണിക്കുന്നത്? ആസിഡിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ആരുടെ കൂടെയാണോ റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വാട്ടർ ഒന്നുകിൽ ആസിഡായിട്ടോ അല്ലെങ്കിൽ ബേസ് ആയിട്ടോ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫോടെറിക് സബ്സ്റ്റൻസസ്. ഒന്നുകിൽ ആസിഡായിട്ട് അല്ലെങ്കിൽ ബേസായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫോടെറിക് സബ്സ്റ്റൻസസ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വാട്ടർ, അതുപോലെ NH3 ആംഫോടെറിക് ആണ്. നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി, വാട്ട് ഈസ് മെൻ ബൈ ആംഫോടെറിക് സബ്സ്റ്റൻസസ്. ഓക്കെ. ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ് ലൂയിസ് കോൺസെപ്റ്റാണ്. ലൂയിസ് കോൺസെപ്റ്റ് നമ്മൾ ഇത്രയും നേരം H+ അല്ലെങ്കിൽ OH- ആ ഒരു കൺസെപ്റ്റിൽ മാത്രമാണ് വന്നിരുന്നത്. ലൂയിസ് കോൺസെപ്റ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആണ്. ഒരു ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ലൂയിസ് കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എല്ലായ്പ്പോഴും ഒരു ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ബേസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. ആസിഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററാണ്, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണറുമാണ്. കുറച്ച് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് യൂഷ്വലി ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ആസിഡിന് എക്സാമ്പിളായിട്ട് BF3, BeCl2, MgCl2, AlCl3 തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ പോസിറ്റീവ് ചാർജുള്ള അയോണും ലൂയിസ് ആസിഡാണെന്നും ഞാൻ എക്സാമ്പിളിൽ തന്നിട്ടുണ്ട്. ഇനി ബേസിന് എക്സാമ്പിളായിട്ട് ഞാൻ എല്ലാ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് എഴുതിയിട്ടുണ്ട്, OH-, Cl-, F- പോലുള്ള. അതുപോലെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ എന്നിവ ഉൾക്കൊള്ളുന്ന എല്ലാ കോമ്പൗണ്ടും OH-, H2O, NH3 ഇവരൊക്കെ ലൂയിസ് ബേസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ആസിഡ് ബേസ് എന്നുള്ളത് ഒന്ന് നോക്കാം. ആസിഡ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം.
ബേസ് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ അത് ഷോർട്ട് ആവണം, അല്ലേ? നമ്മളുടെ കയ്യിൽ കുറവായിരിക്കണം, അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ പിന്നെ ആക്സെപ്റ്റ് ചെയ്യുക, അത് വാങ്ങിയാൽ നമ്മളുടെ കയ്യിൽ അത് സൂക്ഷിച്ച് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ, അത് നമുക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ വീണ്ടും കുറേ വാങ്ങിച്ചു വയ്ക്കും, ആക്സെപ്റ്റ് ചെയ്ത് വയ്ക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ലൂയിസ് ആസിഡും. ലൂയിസ് ആസിഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. വെറുതെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇലക്ട്രോൺ പെയറിനെ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ അയാളുടെ അടുത്ത് ഇലക്ട്രോൺ ഷോർട്ടായിരിക്കണം, ഇലക്ട്രോൺ കുറവായിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺ വന്നാലും ആ ഇലക്ട്രോണിനെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്പേസ്, ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ്, അതിന് നമ്മൾ എന്താ പറയുക? ഓർബിറ്റൽ, വേക്കൻറ്റ് ഓർബിറ്റൽ. ഇലക്ട്രോൺ കാണപ്പെടുന്ന ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ. അങ്ങനെ അത്രയും ഇലക്ട്രോണെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും, ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്താലും അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കാലിയായ ഓർബിറ്റൽസ് ഉള്ള ആറ്റം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ പറ്റൂ. ഒന്നുകിൽ ഇലക്ട്രോൺ കുറവായിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഓർബിറ്റൽ ഉണ്ടായിരിക്കണം, എങ്കിൽ നമുക്ക് അതിനെ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം നോക്കൂ, ഞാൻ ആസിഡിന് എക്സാമ്പിളായിട്ട് തന്നത് BF3, BeCl2, MgCl2, AlCl3 ഇവരൊക്കെയാണ്. ഈ BF3യിലെ ബോറോൺ, BeCl2യിലെ Be, ബെറിലിയം, MgCl2യിലെ മെഗ്നീഷ്യം, Mg, AlCl3യിലെ അലൂമിനിയം, Al, ഇവരൊക്കെ ഒരുപാട് വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉള്ള ആറ്റംസ് ആണ്. സോ അതിനകത്തേക്ക് ഡയറക്റ്റ് ഇലക്ട്രോൺ പെയർ വന്നാലും അവർക്ക് അവരുടെ വേക്കൻറ്റ് ഓർബിറ്റലിൽ ആ ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കോമ്പൗണ്ട് എല്ലാവരും ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഏതാ ലൂയിസ് ആസിഡ്? എല്ലാ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസും ലൂയിസ് ആസിഡാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? എന്താ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റം എപ്പോഴാണ് പോസിറ്റീവ് ചാർജായി മാറുന്നത്? ഒരു ആറ്റത്തിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇപ്പോൾ അവിടെ കുറവാണ്, ഇലക്ട്രോൺ ഇപ്പോൾ അവിടെ ഷോർട്ടാണ്. ഏതിൽ? പോസിറ്റീവ് ചാർജുള്ള അയോൺസിൽ. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പോയതുകൊണ്ടാണ് അവർക്ക് പോസിറ്റീവ് ചാർജ് വന്നത്. സോ ഇപ്പോൾ അവരുടെ കയ്യിൽ ഇലക്ട്രോൺ കുറവാണ്. സ്വാഭാവികമായിട്ടും അവർ ഇലക്ട്രോണിനെ വാങ്ങിക്കാനൊരു ടെൻഡൻസി കാണിക്കും, അല്ലേ? ദെർഫോർ ഓൾ പോസിറ്റീവ് ചാർജുള്ള എല്ലാ അയോൺസും ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കും. സോ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം, പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് എല്ലാം ലൂയിസ് ആസിഡാണ്. ഓക്കെ, 2 തരം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. BF3, BeCl2 ഒക്കെ എന്തുകൊണ്ടാണ് ലൂയിസ് ആസിഡ് ആയതെന്ന് പറഞ്ഞു. അതുപോലെ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് എങ്ങനെയാണ് ലൂയിസ് ആസിഡ് ആയതെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ബേസ് എന്താണെന്ന് നോക്കാം. ബേസ് ഇലക്ട്രോൺ പെയർ ഡോണറാണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണർ ആയിരിക്കണം. എപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഡൊണേറ്റ് ചെയ്യുക? നമ്മളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസ് ഇലക്ട്രോൺ പെയർ ഡോണറാണെന്ന് നമ്മൾ പറഞ്ഞു. ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ കൂടുതൽ ഇലക്ട്രോൺ വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ തന്ന എക്സാമ്പിൾ ഓൾ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആണ്. എല്ലാ നെഗറ്റീവ് ചാർജുള്ള അയോൺസും. എപ്പോഴാണ് ഒരു ആറ്റം നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നത്? അയാളുടെ കയ്യിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഇലക്ട്രോൺ വന്നു ചേരുമ്പോഴാണ് അയാൾ നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നത്. ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു ആറ്റം നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നത്. സോ എല്ലാ നെഗറ്റീവ് ചാർജുള്ള അയോൺസിൻ്റെ കയ്യിലും എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും അവർക്ക് ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ലൂയിസ് ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ താഴെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, നമുക്ക് ജസ്റ്റ് ആ 2 എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലുള്ള 2 ആറ്റം, ഓക്സിജനും നൈട്രജനും. ഈ ഓക്സിജനും നൈട്രജൻ്റെയൊക്കെ കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ വേക്കൻ്റ് ആയിട്ട് അതിൻ്റെ വാലൻസ് ഓർബിറ്റിൽ ഒരു റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇലക്ട്രോൺ പെയേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺ പെയറിനെ ഇവർക്ക് അങ്ങനെ തന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഈസിലി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നൈട്രജനും ഓക്സിജനും ഒക്കെ പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നൈട്രജനും ഓക്സിജനും ഒക്കെയുള്ള കോമ്പൗണ്ടിന് ഇവർ കയ്യിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് എല്ലാം ലൂയിസ് ബേസ് ആയിരിക്കും. നൈട്രജൻ, ഓക്സിജൻ പോലുള്ള ഇലക്ട്രോൺ റിച്ച് ആയ ആറ്റംസ് ഉള്ള എല്ലാ കോമ്പൗണ്ട്സും ലൂയിസ് ബേസ് ആണ്. ഓക്കെ, 2 തരം എക്സാമ്പിളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലൂയിസ് ആസിഡ് എന്താണ്, ലൂയിസ് ബേസ് എന്താണെന്ന് പറഞ്ഞു, അതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞു. ഇനി ന്യൂട്രലൈസേഷൻ നോക്കണം നമുക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പോഴും ആസിഡ് ബേസ് എന്താണെന്ന് നോക്കിയാൽ പോരാ, ആ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്താണ് ന്യൂട്രലൈസേഷനും നോക്കണം.
ഇപ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ആസിഡ് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഒരു കോമ്പൗണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റൊരു കോമ്പൗണ്ട് ആ ഇലക്ട്രോണിനെ അങ്ങനെ തന്നെ വാങ്ങി വയ്ക്കുന്നു. ഓക്കെ, ഒരു ലൂയിസ് ആസിഡും ബേസും തമ്മിലുള്ള ന്യൂട്രലൈസേഷനാണ് ഞാൻ പറയുന്നത്. ലൂയിസ് ബേസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ലൂയിസ് ആസിഡ് ആ ഇലക്ട്രോൺ പെയറിനെ അങ്ങനെ തന്നെ വാങ്ങി വയ്ക്കും. എന്നിട്ട് അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കും. ആ ബോണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട് കോർഡിനേറ്റ് ബോണ്ടിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ അവർ തമ്മിൽ അങ്ങനെ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഒന്നുമല്ല. ഒരാളുടെ കയ്യിലിരിക്കുന്ന വാലൻസ് ഇലക്ട്രോണിനെ അങ്ങനെ തന്നെ വേറൊരാളുടെ ഓർബിറ്റലിലേക്ക് മാറ്റാം, എന്നിട്ട് അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുക. ആ ബോണ്ടിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. ആ ബോണ്ട് സാധാരണ നമ്മൾ ബോണ്ടൊക്കെ ഒരു സിംഗിൾ ലൈൻ ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഒരു കോർഡിനേറ്റ് ബോണ്ട് എല്ലായ്പ്പോഴും നമ്മളൊരു ആരോ മാർക്ക് വരച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണോ ഡൊണേറ്റ് ചെയ്യുന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ആരോ മാർക്കിൻ്റെ ആ പോയിൻ്റ് വരുന്നത് ആരടുത്തേക്കാണോ ഇലക്ട്രോൺ ചെല്ലുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ആറ്റത്തിൻ്റെ അടുത്തേക്കായിരിക്കും ആരോ മാർക്ക് പോയിൻ്റ് ചെയ്യാം. ആ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്യൂറിങ് ന്യൂട്രലൈസേഷൻ ബേസ് ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ദി ആസിഡ് ആൻഡ് ഫോംസ് എ കോർഡിനേറ്റ് ബോണ്ട് ബിറ്റ്വീൻ ദെം. ഇനി the donor atom in a base contain at least one lone pair of electron and acid must have a vacant orbital to accept electron pair. എന്താണ് ലൂയിസ് ആസിഡും ലൂയിസ് ബേസും ആവാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ലൂയിസ് ന്യൂട്രലൈസേഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒരു ലൂയിസ് ബേസ് ആയിരിക്കുന്ന ആറ്റത്തിൽ, കോമ്പൗണ്ടിൽ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിളായ ഒരു ആറ്റം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന സബ്സ്റ്റൻസിൻ്റെ കയ്യിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വേക്കൻ്റ് ഓർബിറ്റലെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമല്ല ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കൂ. ബേസിന് ഡൊണേറ്റ് ചെയ്യാൻ അയാളുടെ കയ്യിൽ ഇലക്ട്രോൺ വേണം, ആസിഡിന് ആ ഇലക്ട്രോൺ വന്നിരിക്കാൻ വേക്കൻ്റായ ഒരു ഓർബിറ്റലും കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ അവിടെ ആ റിയാക്ഷൻ പോസിബിൾ ആവും. അപ്പോൾ ഞാനിവിടെ 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4 എക്സാമ്പിളിൽ ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് NH3. ഫസ്റ്റത്തെ റിയാക്ഷൻ നോക്കൂ, NH3 + BF3. അത് ഞാൻ ബോണ്ട് പോലെ വരച്ചിരിക്കുന്നത് എടുത്തിട്ടതാണ്. NH3 + BF3 ഗിവിങ് NH3BF3 അഡക്റ്റ്. അഡക്റ്റ് എന്നാണ് ആ കോമ്പൗണ്ടിനെ പറയുക. രണ്ടും കൂടെ കൂടി ചേർന്ന പോലെയാണ് അല്ലേ, ഒന്നും പോയിട്ടൊന്നുമില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. NH3 മുഴുവൻ അവിടെ ഉണ്ട്, BF3 മുഴുവൻ അവിടെ ഉണ്ട്. അവർക്കിടയിലുള്ള ബോണ്ട് ശ്രദ്ധിക്കൂ. N-നും B-ൻ്റെയും ഇടയ്ക്ക് പ്രോഡക്റ്റ് നോക്കൂ. N-ന്ന് B-ലേക്ക് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ആ ബോണ്ടിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കുക. നൈട്രജനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, നൈട്രജനാണ് ഇലക്ട്രോൺ റിച്ച്, ബോറോണാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ബോറോണിൻ്റെ അടുത്തേക്കാണ് ആ ആരോയുടെ പോയിന്റ് മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ NH3 ആരാ? NH3 ലൂയിസ് ബേസ് ആണ്. കാരണം എന്താ? NH3ൽ നൈട്രജൻ ഉണ്ട്, നൈട്രജൻ ഇലക്ട്രോൺ റിച്ച് ആണ്, അതിൻ്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. BF3 ലൂയിസ് ആസിഡ് ആണ്, കാരണം ബോറോണിൻ്റെ കയ്യിൽ വേക്കൻ്റ് ആയ ഓർബിറ്റൽ ഉണ്ട്, അതിനകത്തേക്ക് ഇലക്ട്രോണിനെ വാങ്ങി വയ്ക്കാൻ സാധിക്കും. സോ NH3 ബേസ്, BF3 ആസിഡ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, Cl- AlCl3 ആണ്. Cl- നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസൊക്കെ ലൂയിസ് ബേസ്. AlCl3 അലൂമിനിയത്തിൻ്റെ കയ്യിൽ വേക്കൻറ്റ് ഓർബിറ്റൽ ഉണ്ട്. സോ AlCl3 ലൂയിസ് ആസിഡ്. എന്നിട്ട് എന്താ ഫോം ചെയ്യുന്നത്? AlCl4-. അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ BF3 + F-. BF3 ബോറോൺ ഉണ്ട്, ബോറോണിൻ്റെ കയ്യിൽ വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാം. സോ BF3 ആസിഡാണ്. F- നെഗറ്റീവ് ചാർജ് ഉണ്ട്, എക്സസ് ഇലക്ട്രോൺ ഉണ്ട്, സോ അയാൾ ലൂയിസ് ബേസ് ആണ്. ഓക്കെ, BF4-. നാലാമത്തെ എക്സാമ്പിൾ NH3 അഗെയിൻ നൈട്രജൻ ഉണ്ട്, സോ ലൂയിസ് ബേസ്. H+ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഷോർട്ട്, ഡെഫിഷ്യൻറ്റ്, സോ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും, സോ അത് ലൂയിസ് ആസിഡ്. ഇങ്ങനെ 4 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 3 ആസിഡ് ബേസ് കോൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എസ്സേ ടൈപ്പിലും മുമ്പൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഡിഫറെൻറ്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ്. ഏതൊക്കെയായിരുന്നു ആസിഡ് ബേസ് കോൺസെപ്റ്റ്? ഫസ്റ്റ് വൺ Arrhenius concept, second one Laurie Bronsted concept, third one Lewis concept.
അറീനിയസ് കൺസെപ്റ്റിൽ ആസിഡ് H പ്ലസ് ഡോണർ, ബേസ് OH മൈനസ് ഡോണർ. ലോറി ബ്രൗൺസ്റ്റഡിൽ ആസിഡ് H പ്ലസ് ഡോണർ, ബേസ് H പ്ലസ് ആക്സെപ്റ്റർ. ലൂയിസ് കൺസെപ്റ്റിൽ ആസിഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണർ. ഓക്കെ, താങ്ക് യു.